ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യനെ മതത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരം മതങ്ങൾ മൂലം അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. മതം യുക്തിരഹിതമാണെന്നും അതിനാൽ അത് അക്രമാസക്തമാണെന്നുമുള്ള ആശയമാണ് അതിനു പിന്നിൽ. അതിനെ സാധൂകരിക്കുന്ന പല ആക്രമണങ്ങളും ചരിത്രത്തിൽ നിന്ന് നിരത്താനും കഴിയും. ഈ വീക്ഷണത്തിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് ബൈബിളിൽ നിന്ന് അക്രമത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തുകയും ദൈവം എല്ലാത്തരം ഭയാനകമായ കാര്യങ്ങളും കൽപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ക്രൈസ്തവരായ നമ്മയും വേട്ടയാടുന്ന ഒരു പ്രശ്നമാണിത്. പഴയ നിയമം വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, യുദ്ധവും കൊലയും നിറഞ്ഞു നിൽക്കുന്ന ഇത് ഇനിയും വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അനേകം പേർ ആവർത്തിക്കുന്നുണ്ട്. അത്തരമൊരു പ്രശ്നം ഇന്നത്തെ ഒന്നാം വായനയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് സീൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് റഫീദിമിൽ എത്തി. അവിടെ വെച്ച് അമലേക്യർ അവരെ അകാരണമായി ആക്രമിക്കുകയാണ്. അപ്പോൾ മോശ ജോഷുവയെ ആൾക്കാരെയും കൂട്ടി യുദ്ധത്തിനയക്കുന്നു. എന്നിട്ട് അദ്ദേഹം മലയിൽ കയറി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കൈകൾ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നു, താഴ്ന്നപ്പോൾ അമലേക്യർ. ഇത് കണ്ട് ഹൂറും അഹറോനും മോശയുടെ കൈകൾ താങ്ങി നിർത്തുന്നു. വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. സത്യത്തിൽ വളരെ ഭീകരമായ ഒരു വചനമാണത്. ഒരുപക്ഷെ അനുദിനം വെട്ടി വീഴ്ത്തിയതിൻ്റെയും കറിവച്ച് കഴിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്ന കേരളത്തിൽ ഇത് ഞെട്ടലുളവാക്കുന്ന ഒന്നാകില്ല എന്നതാണ് സത്യം. പക്ഷേ എങ്ങനെയാണ് ഈ വചനത്തെയും നാം ജീവിക്കുന്ന കാലഘട്ടത്തെയും മനസ്സിലാക്കേണ്ടതെന്നത് അത്യാവശ്യമാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ബൈബിൾ എഴുതിയിരിക്കുന്നത് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മീയത പഠിപ്പിക്കാനാണ് എന്നതാണ്. അപ്പോൾ യുദ്ധം ചെയ്യുക, കൊല്ലുക എന്നതാണോ ആത്മീയത? അല്ല, ഒരിക്കലുമല്ല. ആ ആത്മീയത മനസ്സിലാക്കാൻ ബൈബിൾ വായിക്കേണ്ടത് വചനത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ ആധാരമാക്കിയാണ്. കാരണം എല്ലാ വചനവും വിരൽ ചൂണ്ടുന്നത് ആ ക്രിസ്തുവിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം എങ്ങനെ വായിക്കണമെന്ന് നോക്കാം. ഇസ്രായേൽ ജനതയെ എന്നും അലട്ടിയിരുന്ന ഒരു ശത്രുവായിരുന്നു അമലേക്യർ. വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചപ്പോൾ ആദ്യ രാജാവായ സാവൂളിനോട് പറഞ്ഞതും അമലേക്യരെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലേക്യർ എന്നത് ഒരു പ്രതീകമാണ്. ദൈവഹിതത്തിന് എതിര് നിൽക്കുന്ന വിദ്വേഷം, കൊലപാതകം, വംശീയത, അങ്ങനെ നിൽക്കുന്ന എല്ലാത്തരം തിന്മകളുടെ ശക്തി നിറഞ്ഞ ഒരു മരണ സംസ്കാരമാണ് അമലേക്യർ. റഫീദിമിൽ ചെയ്തത് എന്താണെന്ന് നിയമാവർത്തന പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്ഷീണിച്ചു തളർന്നിരുന്ന ഇസ്രായേലിനെ അവർ ദൈവഭയമില്ലാതെ വഴിയിൽ വച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിൻനിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തുവെന്നു. അന്ന് ഇസ്രായേൽ ജനതയിൽ ബലഹീനരായവരെ പിന്നിൽ നിന്ന് ആക്രമിച്ച അമലേക്യർ ദൈവത്തിൻ്റെ പാതയിൽ ചലിക്കുന്നവരെ ആക്രമിക്കാൻ ദൈവഭയമില്ലാതെ ഇന്നും പുറകിൽ നിന്ന് കുത്തുന്ന അനേകം അമലേക്യർ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ പാതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ തയ്യാറായാൽ ഒരു ആക്രമണത്തിന് തയ്യാറായിരിക്കുക എന്നതാണ് സത്യം. വിൻസൻ ചർച്ചിൽ പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്: നെവർ ട്രസ്റ്റ് എ മാൻ ഹു ഹാസ് നോ എനിമീസ്. ശത്രുക്കളില്ലാത്ത മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കരുത്. അദ്ദേഹം രാഷ്ട്രീയമായി പറഞ്ഞതാണെങ്കിലും ആത്മീയമായും വളരെ സത്യമാണ്. നന്മ നിറഞ്ഞ ജീവിതം നയിച്ചാൽ തീർച്ചയായും ഒരു ശത്രു ഉണ്ടാകും. ശത്രു ഇല്ലെങ്കിൽ അതിനർത്ഥം ശത്രുവിൻ്റെ പക്ഷത്താണെന്നുമല്ലോ. ഈ വസ്തുത എത്ര വാസ്തവമാണ് എന്നതിന് തെളിവാണ് അനുദിനം സത്യം വിളിച്ചു പറയുന്ന സഭയ്ക്കെതിരെയും വ്യക്തികൾക്കെതിരെയും മെത്രാന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ. ഇന്ന് അവർ പറഞ്ഞ അനേകം സത്യങ്ങൾ അക്ഷരം പ്രതി അനുദിനം നിറവേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത് ബാഹ്യമായ അമലേക്യരുടെ ആക്രമണം എന്നതാണ്. ഇതുകൂടാതെ ആന്തരികമായ ആക്രമണവുമുണ്ട്. നന്മയിൽ ജീവിക്കാൻ തയ്യാറായാൽ
ഇത്തരത്തിലുള്ള 2 ആക്രമണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരാവുന്ന വിദ്വേഷം, ശത്രുത, അസൂയ, സ്വാർത്ഥമോഹങ്ങൾ, മറ്റ് ജഡികാസക്തികൾ, തെറ്റായ ചിന്താശൈലികൾ എല്ലാം തന്നെ നമുക്കെതിരെ വരുന്ന ആന്തരികമായ അമലേക്യരുടെ ആക്രമണങ്ങളാണ്. എന്താണ് ഇവരുടെ ആക്രമണ രീതി? ചതിവാണ്. ക്ഷീണിച്ചിരിക്കുമ്പോൾ പിൻനിരയിലുള്ള ബലഹീനരായവരെ ആക്രമിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിലെ ബലഹീനതയെ മുതലാക്കി അവനെ കീഴ്പ്പെടുത്തുന്നുവെന്ന് ചുരുക്കം. മനുഷ്യന്റെ ബലഹീനതയിൽ ഒന്നാമതായി നിൽക്കുന്നത് അവൻ്റെ ശാരീരിക ആഗ്രഹങ്ങളാണ്. ഇന്ന് കാണുന്നത് നോക്കുക. മദ്യപാനം, പുകവലി, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ലൈംഗികത എന്നിവ വഴി മനുഷ്യനെ അവനറിയാതെ തന്നെ നശിപ്പിക്കുന്നു. ഇനി പിന്നിലുണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വൃദ്ധരും രോഗികളും കുഞ്ഞുങ്ങളുമൊക്കെ ആയിരിക്കും. ഇന്നും സമൂഹത്തിൽ നോക്കുക. വൃദ്ധരെ, രോഗികളെ, ഗർഭസ്ഥ ശിശുക്കളെ ഏതെല്ലാം രീതിയിലാണ് കൊല്ലുന്നതെന്ന്. ദയാവധം നൽകി രോഗികളെയും വൃദ്ധരെയും കൊല്ലുന്നു. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നൽകി കുഞ്ഞുങ്ങളെ കീഴ്പ്പെടുത്തുന്നു. ഗർഭഛിദ്രം വഴി നിസ്സഹായരായ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന സ്വാർത്ഥമോഹികളുടെ അമലേക്യ സംസ്കാരം അഥവാ മരണ സംസ്കാരമാണ് ഇന്നുള്ളത്. അതിനാൽ ദൈവം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അമലേക്യരെ നമ്മിൽ നിന്ന് നിശേഷം നശിപ്പിച്ച് കളയുക, മരണം വിതയ്ക്കുന്ന ഈ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്? പ്രാർത്ഥന എന്നാണ് ഉത്തരമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. പ്രാർത്ഥനയും അതോടൊപ്പം പ്രവൃത്തിയും വേണമെന്നതാണ് ശരിയായ ഉത്തരം. മോശ ചെയ്തത് നോക്കുക. ജോഷുവയെ യുദ്ധത്തിനയക്കുന്നു. എന്നിട്ട് മലമുകളിൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ഇതൊരു പ്രതീകമാണ്. മലമുകളിൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന മോശ കാൽവരി മലയിൽ ഉയർത്തപ്പെട്ട കുരിശിൻ്റെ മുൻ രൂപമാണ്. മോശ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല ഇസ്രായേൽ വിജയിച്ചത്. ജോഷുവ യുദ്ധമുന്നണിയിൽ നിന്ന് പോരാടിയത് കൊണ്ടുമാണ്. ഇവിടെ നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. യേശു എന്ന പേര് ജോഷുവ എന്ന പേരിൻ്റെ ഗ്രീക്ക് രൂപമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ മുൻ രൂപം കൂടെ ഇവിടെ കാണാവുന്നതാണ്. അതായത് ആത്മീയ പോരാട്ടത്തിൽ ആത്യന്തികമായി വിജയിക്കാൻ ക്രിസ്തുവും അവൻ്റെ കുരിശൻ ആവശ്യമാണ് എന്നതാണ്. വീണ്ടും നോക്കുക. മോശയുടെ കൈകൾ തളർന്നപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. ഹൂറും അഹ്റോനും അവൻ്റെ കൈകൾ താങ്ങി നിർത്തിയിരുന്നു. സത്യത്തിൽ ഇത് സഭയുടെ പ്രതീകം കൂടിയാണ്. അമലേക്യർക്കെതിരെയുള്ള യുദ്ധം ആർക്കും ഒറ്റയ്ക്ക് വിജയിക്കാനാകില്ല. കൂട്ടായ്മയിലൂടെയാണ് വിജയിക്കുന്നത്. സഭയുടെ കൂട്ടായ്മ നോക്കുക. അടച്ചുപൂട്ടിയിട്ട വാതിലുകൾക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്യാസിനികൾ, യുദ്ധമുന്നണിയിൽ നിന്ന് പട നയിക്കുന്ന മെത്രാന്മാർ, ഇവർക്കെല്ലാം സഹായകമായി നമ്മുടെ പ്രാർത്ഥനകളും ഉണ്ടാകും. അതുകൊണ്ടാണ് സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പോലും പാപ്പയ്ക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ. മാത്രമല്ല ഫ്രാൻസിസ് പാപ്പ മുടക്കമില്ലാതെ എല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യവുമുണ്ട്: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടം സഭയുടെ പ്രതീകമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സഭയുടെ പ്രതീകമെങ്കിൽ അത് കുടുംബത്തിൻ്റെയും പ്രതീകമാണ്. കാരണം കുടുംബമെന്നത് ഗാർഹിക സഭയാണല്ലോ. അങ്ങനെയെങ്കിൽ ആ സഭയിൽ അമലേക്യർക്കെതിരെ പോരാടുന്ന ഒരപ്പനുണ്ടാകണം. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടാകണം. അവരെ സഹായിക്കുന്ന മക്കളുണ്ടാകണം. ഇന്ന് മക്കൾക്ക് കുടുംബത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നത് സമൂഹത്തിൽ മരണസംസ്കാരം പടർത്തുന്ന, അമലേക്യർക്കെതിരെ പോരാടുന്ന, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കിട്ടുക എന്നതാണ്. വാർദ്ധക്യത്തിലെത്തിയ ഒരു മാതാവിനും പിതാവിനും തിരിച്ചു ലഭിക്കേണ്ടതും ആ സംസ്കാരത്തിനെതിരെ പോരാടുന്ന മക്കളെയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു സമൂഹം എന്ന നിലയിൽ ആത്യന്തികമായി നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അമലേക്യർക്കെതിരെയുള്ള ഈ പോരാട്ടം സൂര്യാസ്തമയം വരെ നീണ്ടുനിന്നു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിത സായാഹ്നം വരെ നീണ്ടു നിൽക്കുന്നതാണ് തിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം. എന്നാൽ ആത്യന്തികമായി വിജയം ദൈവത്തോടൊപ്പം നിൽക്കുന്നവൻ്റേതാകും എന്ന മുന്നറിവ് നമുക്ക് ആശ്വാസം നൽകുന്നു. കാരണം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുന്നത് ക്രിസ്തുവിലൂടെയും അവൻ്റെ കുരിശിലൂടെയുമാണ്.
അതിനാൽ അവനോട് ചേർന്ന് നമുക്കും നിൽക്കാം. ബാഹ്യവും ആന്തരികവുമായി വരുന്ന തിന്മകളുടെ ശക്തിയെ കീഴടക്കാൻ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന വിധവയെപ്പോലെ സ്ഥിരോത്സാഹത്തോടെ വർത്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.